ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കിയുള്ള കുറച്ച് ടൂളുകളാണ് ഫോട്ടോഷോപ്പിലെ ബാക്കിയുള്ള കുറച്ച് ടൂൾസുകളുണ്ട്. ആ ടൂൾസുകളാണ് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ 1-2 വർക്ക് കൂടി നമ്മൾ പ്രൊജക്റ്റിൽ ചെയ്യും. നോക്കാം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച ആൾ നമ്മുടെ ടൂൾ ബോക്സുകളും കളർ ബോക്സുകളും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടിട്ടുള്ള സ്ഥിതിക്ക്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പഴയ പോലെ, അതായത് സിസ്റ്റത്തിൻ്റെ റീസെറ്റ് ഫയലുകളാക്കി മാറ്റണം. ഫോട്ടോഷോപ്പ് എങ്ങനെയാണോ ഓപ്പൺ ആവുന്നത് അതേ ഫോർമാറ്റിലാക്കി മാറ്റാനായി നമ്മൾ വിൻഡോയിൽ വർക്ക് സ്പേസിൽ റീസെറ്റ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. കണ്ടല്ലോ, വിൻഡോ എന്നുള്ള മെനുവിൽ വരിക, വർക്ക് സ്പേസിൽ റീസെറ്റ് എന്നൊരു ഓപ്ഷൻസ് കാണാം. കണ്ടോ, എസെൻഷ്യൽ എന്നൊരു ഓപ്ഷൻസ് കണ്ടില്ലേ? ഇത് ക്ലിക്ക് ചെയ്താൽ മതിട്ടാ. അപ്പോൾ കറക്റ്റ് ഫോട്ടോഷോപ്പ് എങ്ങനെയാണോ ആദ്യം ഓപ്പണായി വരുന്നത് അതേ ഫോർമാറ്റിൽ അത് ലോഡ് ചെയ്ത് വരും. ഓക്കെ, ഇനി ഞാനൊരു ടൂൾ ബോക്സിലേക്ക് കിടക്കുകയാണ്. സാധാരണ രീതിയിൽ ഞാനൊരു പേജ് ഓപ്പൺ ആക്കുന്നു. ഏറ്റവും അവസാനത്തെ ഒരു ടൂൾ കാണാം, സൂം ചെയ്യാനുള്ള ടൂൾ. നമുക്ക് വലുതാക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു ടൂളാണ് സൂം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾ. ഷോർട്ട് കട്ട് ഉണ്ട്. Ctrl+ എന്നുള്ളതാണ് ഷോർട്ട് കട്ട്. Ctrl- ആണ് സൂം ഔട്ട്. ശ്രദ്ധിക്കാം, Ctrl+ ആണ് സൂം ഇന്നെ. അതേപോലെ തന്നെ കൺട്രോൾ അമർത്തി പിടിച്ച് Ctrl- ഈ പ്ലസ് അടിക്കുന്നത് കൺട്രോളും കൂട്ടി അമർത്തണം എന്നുള്ളതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ Ctrl- കൊടുത്താൽ മതി. ഞാൻ എന്ത് ചെയ്തു, സൂം ഔട്ട്. അതായത് നമ്മളൊരു പേജ് സൂം ചെയ്യാനും, ശ്രദ്ധിക്കാം, പേജ് നമുക്കിങ്ങനെ സൂം ചെയ്യാനായിട്ട് നമ്മൾ കീബോർഡുമേ കൺട്രോൾ അമർത്തി പിടിച്ച് പ്ലസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. Ctrl- എന്ന് അടിച്ചു കഴിഞ്ഞാൽ സൂം ഔട്ടായിട്ട് മാറും. അപ്പോൾ സൂം ചെയ്യുന്ന ടൂൾ മനസ്സിലായല്ലോ. തൊട്ട് മേലെ കാണാം ഹാൻഡ് ടൂള്. അതായത് നമ്മളിപ്പോൾ ഒരു സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നീക്കി നോക്കണം. കണ്ടോ, ഈ സ്പേസ് ബാർ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കൈയിൻ്റെ ചിഹ്നം അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ നീക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. ഹാൻഡ് ടൂൾ എന്നാ പറയാം നമുക്ക് സാധാരണ. അപ്പോൾ ഇതെന്താ സംഭവം, ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോസൊക്കെ കട്ട് ചെയ്യുമ്പോൾ, ഇന്നലെയൊക്കെ നമ്മൾ കുറേ വർക്കുകളൊക്കെ ചെയ്തു അല്ലേ. അപ്പോൾ ഞാനൊരു ഫയൽ ഓപ്പൺ ആക്കാം. നമ്മളിപ്പോൾ ഒരു ഫോട്ടോസ് ഓപ്പൺ ആക്കി, ഞാൻ നന്നായി സൂം ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കൈയിൻ്റെ ചിഹ്നം അടിച്ചു കഴിഞ്ഞാൽ കണ്ട അങ്ങനെ നീക്കാൻ പറ്റും. സൂം ചെയ്താൽ തന്നെ നമുക്ക് നീക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പെൻ ടൂൾ എടുത്തിട്ട് കട്ട് ചെയ്യണ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുവരെ എത്തിയെന്ന് വിചാരിക്കാം. ഇനി എനിക്കിത് നീക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്പേസ് ബാർ അമർത്തി പിടിച്ചാൽ മതി. മനസ്സിലായല്ലോ. സ്പേസ് ബാർ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെങ്ങനെ നീക്കാനായിട്ട് പറ്റും. ഈ ഭാഗം ക്ലിയർ അല്ലേ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ. അപ്പോൾ നീക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾ. നെക്സ്റ്റ് വരുന്നതാണ്, നമുക്കിവിടെ കുറേ ഷെയ്പ്പ് ടൂളുകളുണ്ട്. ഈ ഷെയ്പ്പ് ടൂളുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, എനിക്കിവിടെ ഒരു ഷെയ്പ്പിൽ ചിത്രം വരയ്ക്കണം, അതായത് കളർ കൊടുക്കണം. ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോക്സ് എടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നുണ്ടോ നിങ്ങൾ മനസ്സിലായോ? അതിൻ്റെ വിഡ്ത്ത് ഇത്ര, ഹൈറ്റ് ഇത്ര. അപ്പോൾ നമ്മളോട് പറയുകയാണ് എനിക്ക് എന്ത് വേണം, ഒരു 700 പിക്സൽസാണ് വിഡ്ത്തും ഒരു 400 പിക്സൽസാണ് ഹൈറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ 700-400 സൈസിലേക്ക് കൺവേർട്ടായിട്ട് മാറും. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കളർ ഫില്ല് ചെയ്യാം. ഔട്ട്ലൈൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെറ്റ് ചെയ്യാം. ഔട്ട്ലൈൻ്റെ മോഡലുകൾ കണ്ടോ, ആ ലൈൻ്റെ ഔട്ട്ലൈൻ്റെ മോഡലുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ, തൊട്ടടിയിൽ നോക്കി നിങ്ങൾ റൗണ്ടഡ് കോർണറുകൾ കണ്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല സമയത്തും നമ്മൾ ചില വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും, ഒരു ഷെയ്പ്പിൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഷാർപ്പായിരിക്കും, പക്ഷേ റൈറ്റ് സൈഡിലത്തെ ഈ 2 സൈഡും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ആർച്ചായിട്ടൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ ഷേപ്പിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ചങ്ങല, ഒരു കുളത്ത് പോലെ കിടക്കുന്നുണ്ടോ നിങ്ങളൊരു ഒബ്ജക്റ്റ്, ഒരു ഇത് ആ ആ കാണുന്ന ആ മേലത്തെ ടോപ്പ് ലെഫ്റ്റ് ടോപ്പ് ബോട്ടം റൈറ്റ് ഒക്കെ കിടക്കണം. ആ ഭാഗത്തിൻ്റെ നടുക്കിലായിട്ട് കണ്ടോ ഒരു ചങ്ങല കിടക്കുന്നുണ്ട്. അവിടെ ഒരു ചങ്ങലയുടെ ചിഹ്നം കണ്ടല്ലോ, അത് ഓഫാക്കുക.
അത് ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കർവ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഭാഗത്ത് മാത്രം കർവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ മാത്രം ഒരു 30 പിക്സൽസ് കർവ് ചെയ്യണം. സംഭവം മനസ്സിലായ? ഇവിടെ മാത്രം ഒരു 150 പിക്സൽസ് കർവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷേപ്പ് നോക്കി നിങ്ങൾ. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഈ സൈഡ് ഒരു 30% അല്ലെങ്കിൽ 40% അല്ലെങ്കിൽ ഒരു 150 പിക്സൽസ് കർവ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കണ്ട ഈ ഷേപ്പ് കണ്ട നിങ്ങൾ. മനസ്സിലായ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ഷേപ്പുകളിലൂടെ ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? പല ഡിസൈനുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പല തരത്തിലുള്ള ഡിസൈനുകളിൽ നമുക്കിത് കാണാൻ പറ്റും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഷേപ്പ് എടുത്ത് വരയ്ക്കുക. ഏത് ഷേപ്പ് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് പ്രിൻറ്റ് ചെയ്ത് വരുവാണ്. കണ്ടില്ലേ? ഇതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെന്ന് വേണം, എനിക്ക് ടോപ്പും അല്ലെങ്കിൽ ഈ അടിയിൽ മാത്രം. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ചങ്ങല ഓണാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് കൊടുത്താൽ നോക്കൂ, ഇപ്പോൾ ചങ്ങല ഓഫാണ്. ചങ്ങല ഓണാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊടുത്തു നോക്കി നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് 4 സൈഡിലും കോർണർ കർവ് ചെയ്ത് തണ്ടാവും. മറിച്ച് ചങ്ങല ഓഫാണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, ചങ്ങല ഓഫാക്കിയിട്ടാണ് ഞാനൊരു സൈഡ് കർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈഡ് മാത്രം കർവ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ മുന്നേ ചെയ്തിരുന്ന പ്രോപ്പർട്ടീസ് തന്നെ. അതായത് അടുത്തൊരു ഷേപ്പ് എടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെൽഡ് ചെയ്യിക്കാം. മനസ്സിലായ? അപ്പോൾ പല ഓപ്ഷൻസുകളും പല പ്രോപ്പർട്ടീസുകളും ഓട്ടോ ഷേപ്സുകളാണ്. കണ്ട? ഇനി റൗണ്ടഡ് കോർണർ ആണെങ്കിൽ റൗണ്ടഡ് കോർണർ, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് വരിക. പിന്നെ അതേപോലെ തന്നെ റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ റൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസാണ് വരിക. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ പോളിഗൻ്റെ പ്രോപ്പർട്ടീസാണ് വരിക. കണ്ട? പോളിഗൻ്റെ സെറ്റിങ്സുകളാണ് വരിക. ലൈൻ ആണെങ്കിൽ ലൈനിൻ്റെ പ്രോപ്പർട്ടീസ് വരും. കസ്റ്റം ഷേപ്പ് ടൂൾ ആണെന്നുണ്ടെങ്കിൽ മേലെ കാണാൻ നമുക്ക് പല തരത്തിലുള്ള ഷേപ്പുകൾ. ഇപ്പോൾ കണ്ടില്ലേ, കുറേ തെങ്ങ്, മാവൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കുക. കസ്റ്റം ഷേപ്പ് ടൂൾ എടുക്കുക. കസ്റ്റം ഷേപ്പ് ടൂൾ എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക, ഇവിടെ നിന്നുകൊണ്ട് കണ്ട അതിൻ്റെ മേലെ കാണാൻ കുറേ പ്രോപ്പർട്ടീസ്. അപ്പോൾ എനിക്ക് ഞാൻ ഈ ഷേപ്പാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് വരച്ചു കൊടുത്ത് കൺട്രോൾ എൻ്റർ കൊടുത്താൽ മനസ്സിലായല്ലോ, നമുക്കിഷ്ടമുള്ള ഷേപ്പുകൾ അവിടെ കൺവേർട്ട് ചെയ്യാം. കൺട്രോൾ എൻ്റർ. ഈ ഭാഗം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? കസ്റ്റം ഷേപ്പ് മനസ്സിലായില്ലേ? പലതരത്തിലുള്ള ഷേപ്പുകൾ, ഏത് തരത്തിലുള്ള ഷേപ്പുകൾ. ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു മരത്തിൻ്റെ ഷേപ്പാണ് വേണ്ടതെങ്കിൽ അത് വരയ്ക്കുക, കൺട്രോൾ എൻ്റർ അടിക്കുക. ക്ലിയർ അല്ലേ? ഭാഗം മനസ്സിലായല്ലോ? ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നുകൊണ്ട് പുതിയൊരു ലെയർ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു പെർട്ടിക്കുലർ കളർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഓട്ടോ ഷേപ്സുകൾ പലതരത്തിലുള്ള ഷേപ്പുകളുണ്ട്. നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും വരയ്ക്കാനായിട്ട് പറ്റും. ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഭാഗം, നമ്മൾ ഓട്ടോ ഷേപ്സ് വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കാം, ഏതെങ്കിലും ഒരു ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈ ഭാഗത്തിനെ കണ്ട ഈ സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നീക്കാൻ പറ്റില്ല, ഇല്ലല്ലോ. എന്നാൽ ഇതിൻ്റെ മേലെ ഒരു സെലക്ഷൻ ടൂൾ ഉണ്ട്. നോക്കൂ നിങ്ങൾ, പാത്ത് സെലക്ഷൻ ടൂളും ഡയറക്റ്റ് സെലക്ഷൻ ടൂളും. പാത്ത് സെലക്ഷൻ ടൂൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ നീക്കി വയ്ക്കുക. കണ്ടോ, എവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ നീക്കി വയ്ക്കാം. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ആണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കൂ, നമുക്കിതിൻ്റെ ഷേപ്പുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാം. മനസ്സിലായ? ഷേപ്പുകളെ എഡിറ്റ് ചെയ്യുമ്പോൾ പാത്ത് സെലക്ഷൻ ടൂളും പാത്ത് ഷേപ്പ് സെലക്ഷൻ ടൂളും. സിനാനെ ശ്രദ്ധിക്കട്ടാ, സിനാനെ ജയിച്ചില്ലടാ. ഓക്കെ ശരി. അപ്പോൾ ശ്രദ്ധിക്കാം, പാത്ത് സെലക്ഷൻ ടൂൾ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പാത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. മറിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഷേപ്പ് മനസ്സിലായില്ലേ? പിന്നെ ടൈപ്പ് ചെയ്യുന്ന ടൂളാണ്. ഈ ടൈപ്പ് ചെയ്യുന്ന ടൂളിൽ കുറേ പ്രോപ്പർട്ടീസുകളുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്.
നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. മറിച്ച് ഒരു പാരഗ്രാഫ് പോലെ വരച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വെൽക്കം ടു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. വി ലൈറ്റ് യുവർ ഫ്യൂച്ചർ. ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇതിപ്പോൾ ഒരു പാരഗ്രാഫ് പോലെയാണ് നമുക്കത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായ? ഇത് നോക്കി നോക്കിയാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, അലൈൻമെൻറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റിഫൈ ഒക്കെ ചെയ്യാം. കണ്ടോ? മനസ്സിലായില്ലേ? ഒരു പാരഗ്രാഫ് പോലെ നമുക്കിതിനെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ മോഡൽ നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്യാം. ഒന്ന് വെറുതെ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാം. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരച്ചിട്ട് ഡ്രാഗ് ചെയ്ത് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം, ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന നമ്മൾ നോർമൽ ടെക്സ്റ്റിനെ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും Ctrl+T അടിച്ച് വലുതാക്കാം, അല്ലേ? ഇവിടെ നമുക്ക് ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് പോയി ഫോണ്ട് തന്നെ മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇങ്ങനെ കൊടുക്കാം, ഇങ്ങനെ നിങ്ങൾക്ക് വലുതാക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ പരമാവധി 2 തരത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കി നോക്കി നിങ്ങൾ മേലെ കാണാം നമ്മുടെ ലെറ്റർ സ്റ്റൈലുകൾ. എല്ലാവർക്കും അറിയണതാണ്. പിന്നെ അതിൻ്റെ സ്റ്റൈലുകൾ അറിയണതാണ്. ഫോണ്ടിൻ്റെ സൈസ് അറിയണതാണ്. ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. ക്ലിയർ ആണല്ലോ? അലൈൻമെൻറ്റുകൾ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. ലെഫ്റ്റ് ആണെങ്കിൽ അടുത്ത സൈഡ്, സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡ്. ക്ലിയർ അല്ലേ? കളറ്, നമുക്കിഷ്ടമുള്ള കളർ കൊടുക്കാം. ഇതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നോക്കി നോക്കി നിങ്ങൾ റാപ്പ് ടെക്സ്റ്റ് എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേര്, ഇതാണ് എൻ്റെ പേര്. ഞാനിതിനൊരു മോഡലുകളൊക്കെ കൊടുത്തു. ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ടെക്സ്റ്റിനെ കുറേ പ്രോപ്പർട്ടീസുകൾ ശ്രദ്ധിക്കിട്ടാണ് സെലക്ഷൻ ചെയ്യാം. ഇവിടെ നോക്കി നിങ്ങൾ ഈ റാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പ് ടെക്സ്റ്റ് എന്നിട്ടൊരു വിൻഡോ ഓപ്പണായി മാറും. അതിൽ നോക്കി ആർച്ച് കണ്ട സംഭവം മനസ്സിലായ? ആർച്ച് ക്രിയേഷൻ ആയത് കണ്ട? ഇതിൽ എന്നെ നോക്കി നോക്കൂ. ഇവിടെ വേണ്ട, വേറെ മോഡല്. ഇവിടെ വേറെ മോഡല് കണ്ടല്ലോ. ഫ്ലാഗിൻ്റെ മോഡല്, ഇപ്പോൾ ഫിഷിൻ്റെ മോഡല്, മനസ്സിലായ? റൈസിൻ്റെ മോഡല്, അതുപോലെ മീൻ്റെ കണ്ണിൻ്റെ മോഡല് കണ്ട? ഡ്രിൽ മോഡലുകൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് ഷേപ്പുകളെ ചേഞ്ച് ചെയ്യിച്ചു. മനസ്സിലായെന്ന് വിചാരിക്കും. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ ഹൊറിസോണ്ടൽ അതിൻ്റെ അളവുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 20% കണ്ട? മനസ്സിലായല്ലോ? ഒരു 45% അല്ലെങ്കിൽ ഒരു 85% ബ്ലെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു 45% കണ്ട? അല്ലെങ്കിൽ ഇതൊരു 95%. ഈ വാക്ക് മനസ്സിലായ? ഇതിനെയാണ് നമ്മൾ റാപ്പ് ചെയ്യുക എന്നുള്ള കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം. ഇവിടെ നോക്കൂ, നമ്മൾ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. നമുക്കിപ്പോൾ ചെയ്ത വർക്കുകളൊക്കെ ഒരേ സമയം നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഫോണ്ട് ഇവിടെ നിന്ന് മാറ്റാം, സൈസ് ഇവിടെ നിന്ന് മാറ്റാം. ഇവിടെ നോക്കി നിങ്ങൾ അടിയിലേക്ക് ഒരു ഏരോ ഇട്ടിട്ട് ഒരു കണ്ട? ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 2-3 ലൈന് ടൈപ്പ് ചെയ്യുമ്പോഴേ ആ ലൈനുകൾ തമ്മിലുള്ള അകലം കുറച്ച് കൂടുതൽ വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ മാറ്റി കൊടുക്കും. എപ്പോഴും ഓട്ടോ എന്നാണ് എടുക്കുന്നുണ്ടാവുക. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സൈസുകൾ ഇങ്ങനെ മാറി. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് മോഡലാണെന്നുണ്ടെങ്കിൽ ആ മോഡൽ. അതായത് ഇനി ഇതിനൊരു ഷോർട്ട് കട്ട് കൂടി ഞാൻ പറഞ്ഞുതരാം.
ആൾട്ട് കീ അമർത്തി പിടിക്കുക. കീബോർഡിൻ്റെ മുകളിൽ ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട് നോക്കി നോക്കി. ക്ലിയർ അല്ലേ? കണ്ടില്ലേ? ഈ അടിയിലത്തെ ഏരോ കേട്ടോ, ഗെയിം കളിക്കുന്ന 4 ഏരോ അല്ലേ നമ്മുടെ. അടിയിലത്തെ ഏരോ ആണെന്നുണ്ടെങ്കിൽ ലൂസാവും, മേലത്തെ ഏരോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും കണ്ട ടൈറ്റ് ആവും. ഈ സൈഡിലത്തെ ഏരോ ആണെന്നുണ്ടെങ്കിൽ കണ്ട ലൂസാവും ടെക്സ്റ്റുകൾ. നോക്കൂ, റെക്കോർഡിംഗ് ഉണ്ട്. ആൾട്ട് അമർത്തി പിടിച്ചിട്ട് റെക്കോർഡിംഗ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുതിട്ടാ, ക്ലാസ്സിൽ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൾട്ട് അമർത്തി പിടിച്ചിട്ട് കണ്ടില്ലേ ഈ ഏരോ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ട് അമർത്തി പിടിച്ചിട്ട് ഈ ഏരോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. ക്ലിയർ അല്ലേ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ? ആൾട്ട് അമർത്തി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനിറ്റ് ഇട്ടാ, ഞാനൊരു OTP, ഒരു മിനിറ്റ്. ഹലോ OTP വന്നിട്ടില്ലേ? ഓക്കെ, ഒരു ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം, കട്ട് ചെയ്യണ്ട. എനിക്ക് വരുന്നത് B7 5094 E അല്ല, B for boy. B75094. B7 B75094. ഞാൻ മെസ്സേജ് ചെയ്യാം വാട്സപ്പ്, ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ അല്ലേ സാറേ? ഓക്കെ, സോറി കേട്ടോ, ഒരു ടാക്സിൻ്റെ GSTയുടെ ഒരു OTP വന്നതാണ്, അത് കണക്ട് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്കോർഡിംഗ് ഉണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഈ കാണുന്ന ടെക്സ്റ്റുകളെ നമുക്ക് ലൂസാക്കണം. ആൾട്ട് അമർത്തി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കണ്ടല്ലോ ഈ ഭാഗം മനസ്സിലായല്ലോ? കണ്ട ലൂസാവണം കണ്ട. അപ്പോൾ നിങ്ങൾ ചില വർക്കുകളിലൊക്കെ ഇമെയിൽ ID ഒക്കെ കൊടുത്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസിൻ്റെ മുകളിലൊക്കെ ഒരു വർക്ക് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങളൊരു ഇമെയിൽ ID ഒക്കെ കൊടുക്കണമൊക്കെ ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ. ഫോർ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ഡൗൺലോഡ്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒരു ഫയൽ കാണിച്ചു തരാം. ഇത് നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നമ്മളൊരു പരസ്യം ചെയ്തിട്ടുള്ളതാണ്. ഒരു നാളെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഇതിൻ്റെ ഫേസ്ബുക്കിലുള്ള ഒരു പ്രൊമോഷനാണ്. അപ്പോൾ ഒരു ഇതാണത്, ഒരു പരസ്യമാണ്, ഫേസ്ബുക്കിലൂടെ പോകുന്നൊരു പരസ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ലൂസാക്കണം എന്നൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായ? ഈ ഭാഗം മനസ്സിലായില്ലേ? നോക്കൂ, ഈ ടെക്സ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കൂ ഈ ടെക്സ്റ്റൊക്കെ കുറച്ച് ഇപ്പോൾ ഈ കുന്നോളം എഴുതിയിട്ടുള്ള ടെക്സ്റ്റിനെ ആൾട്ട് അമർത്തി പിടിച്ചിട്ടൊക്കെ ഉണ്ടാകും. ഇങ്ങനെ കുറച്ച് അകലങ്ങൾ കൂട്ടാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേപോലത്തെ വർക്കുകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ അതേപോലെ ചെയ്യുന്ന പോസ്റ്ററുകളാണ്, ആ ലോഗോസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ട് കീ അമർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ടെക്സ്റ്റിനെ കണ്ടില്ലേ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ലൈനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലൈനുകളെ ആൾട്ട് അമർത്തി പിടിച്ചിട്ട് നമുക്ക് കണ്ട അടിയിലത്തെ ഏരോ മേലത്തെ ഏരോ ക്രിയേറ്റ് ചെയ്യാൻ. അതാണ് ഇവിടെ കാണുന്ന ഈ ക്യാരക്ടറിൻ്റെ ഉള്ളിലുള്ള, നോക്കൂ
ഇവിടെ കണ്ടില്ലേ നിങ്ങൾ -1 0 സാധാരണ 0 ആണ് എടുക്കുക. നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇത് ലൈനുകൾ തമ്മിലുള്ള അകലം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എപ്പോഴും ഓട്ടോ ആണ് ഉണ്ടാവുക ഏട്ടാ. ഈ ഭാഗം മനസ്സിലായല്ലോ. പിന്നെ അതേപോലെ തന്നെ ചില ടെക്സ്റ്റുകളെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ചില ടെക്സ്റ്റുകളെ നോക്കി നോക്കൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ ഞാൻ എന്ത് ചെയ്തു, ഒരു 20% അടിച്ചു കഴിഞ്ഞാൽ കണ്ട ഹൈറ്റ് കുറഞ്ഞതുണ്ട്. അത് ഇതേപോലെ ടെക്സ്റ്റുകളുടെ മുകളിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും, എല്ലാ വർക്കും അത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കേസുകളേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വർക്കുകളും ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് പറ്റും. കളറ് ചേഞ്ച് ചെയ്യാം. ബോൾഡ് നോക്കിട്ടാ, ബോൾഡ് ഞാൻ ഈ അടിയിലത്തെ ടെക്സ്റ്റിൽ കാണാം. ഈ ഭാഗം മാത്രം എനിക്കൊന്ന് ബോൾഡ് ചെയ്യണം. കണ്ട ബോൾഡ് ക്ലിയർ ആണല്ലോ. ഇറ്റാലിക്സ് ചെരിക്കാനായിട്ട്. പിന്നെ ക്യാപ്സ് ലെറ്റർ വലിയ അക്ഷരാക്കണമെങ്കിൽ വലിയ അക്ഷരാക്കുക. സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ് ക്ലിയർ അല്ലേ. സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്. ഈ ഭാഗം മനസ്സിലായല്ലോ. ഇപ്പം ഞാൻ പറയണെന്തെന്ന് എനിക്ക് 2 അല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ എന്നൊക്കെ പറയാറില്ലേ നിങ്ങൾ. സെക്കൻഡ് ബർത്ത്ഡേ ഈ എൻഡ് എന്നുള്ള ഭാഗം സെലക്ഷൻ ചെയ്ത് മേലേക്ക് ആക്കുന്നതിനാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ നമ്മളോട് ചില സമയത്ത് പറയും 2/3. ഈ 2/3 എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വരിക. ആ 3 മാത്രം അല്ലെങ്കിൽ 3 മാത്രം മേലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. H2O സയൻസിൻ്റെ ഒരു സൂത്രവാക്യല്ലേ, 2 അടിയിലാവുക ആണല്ലോ. അതാണ് സബ്സ്ക്രിപ്റ്റ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ ചെയ്യാവുന്ന എല്ലാ പ്രോപ്പർട്ടീസുകളും ഇവിടെ വരിക. ടൈപ്പ് ചെയ്യണ ടൂൾ എടുത്താൽ ഈ ക്യാരക്ടർ എന്നുള്ള ഭാഗത്താണ് വരിക. മനസ്സിലായല്ലോ. ഓണാക്കാനും ഓഫാക്കാനും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ. ഓണാക്കാനും ആ ബട്ടൺ തന്നെയാണ്, ഓഫാക്കാനും സെയിം ബട്ടൺ തന്നെയാണ്. ഇതുവരെ പറഞ്ഞ ഭാഗം മനസ്സിലായല്ലോ. ക്യാരക്ടർ എന്നുള്ള ഭാഗം മനസ്സിലായില്ലേ. ടെക്സ്റ്റുകളുടെ എല്ലാ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസുകളും ഇതിലാണ് വരിക ഏട്ടാ. ഓക്കെ ഓക്കെ സർ. ഹലോ ഓക്കെ ശരി ഞാൻ അയക്കാം ഇപ്പം അയക്കാം. സോറി ട്ടാ, ഇവിടെ നിന്നായ കാരണമാണ്, ഗവൺമെൻറ്റിൻ്റെ ടാക്സിൻ്റെ ഓഫീസിൽ നിന്നായ കാരണമാണ് എടുക്കുന്നത്. സാധാരണ കോളാണെങ്കിൽ എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസുകളെ ടെക്സ്റ്റിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസുകൾ നമ്മളിതിലാണ് ചെയ്യുക. ഇനി ടെക്സ്റ്റിൽ തന്നെ ഞാൻ ഇന്നലെ 4 ടൂളുകൾ പറഞ്ഞു. ഒന്ന് നമ്മൾ നേരെ ടൈപ്പ് ചെയ്യണതും, രണ്ടാമത് നമ്മൾ അടിയിലേക്ക് ടൈപ്പ് ചെയ്യണതും അല്ലേ. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ വേറൊരു ടൂളുണ്ട്. എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നുകൊണ്ട് നമുക്കിതിൻ്റെ സെലക്ഷൻസ് മാത്രം കിട്ടും. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ കളറുകളൊക്കെ കൊടുക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ. ഒരു പ്രത്യേക കളറുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഞാനിവിടെ ഗൂഗിളിൽ നോക്കാം, നമുക്ക് നോക്കിട്ടാം. ഞാനൊരു വർക്ക് കാണിക്കാം. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഇതിപ്പോൾ ഒരു ടെക്സ്റ്റാണ്. ഇതൊരു വേറൊരാൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള, ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. ഇവിടെ നമ്മുടെ
ഇത് വെച്ച് ഇതന്നെ സേവ് ചെയ്യാം. ഒന്ന് സേവ് ചെയ്തു. ശ്രദ്ധിക്കാം, ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ഇതിനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി എനിക്കിത് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡെസ്ക്ടോപ്പിൽ നിന്നും ആ ഉദ്ഘാടനം എന്നുള്ള ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് വലിച്ചിടാൻ പറ്റില്ലല്ലോ, ഇല്ലല്ലോ. എന്നാൽ കാരണം അതൊരു പിക്ചറാണ് അല്ലേ. എന്നാൽ ഇതൊരൊറ്റ കളറായ കാരണം നമുക്കൊരു ഐഡിയ ചെയ്യാം. എന്ത് ചെയ്യാം, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ടൂൾ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു മേജിക്കാരൻ്റെ വടി പോലത്തെ ഒരു മേജിക് വാണ്ട് ടൂൾ എന്നുള്ളൊരു ടൂളുണ്ട്. കണ്ടാ, ഒരു മന്ത്രക്കാരൻ്റെ വടി പോലത്തെ ഒരു മേജിക് വാണ്ട് ടൂൾ എന്നുള്ള 4ാമത് കാണുന്ന ഒരു ടൂൾ ബോക്സിൽ ടൂൾ കാണും. അത് വെച്ച് നിങ്ങൾ ആ കളറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. മനസ്സിലായല്ലോ. ഈ കളറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സിമിലർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. മനസ്സിലായോ? ആ കളർ കംപ്ലീറ്റ് സെലക്ഷൻ ആയത് കണ്ട നിങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ലെയർ എടുക്കുക. പുതിയൊരു ലെയർ എടുക്കുക. നമ്മുടെ ലെയർ ബോക്സിൽ പുതിയൊരു ലെയർ എടുത്തിട്ട് അതിനൊരു കളർ കൊടുക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം പച്ച കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ പച്ച കളറിനെ നിങ്ങളുടെ വർക്കിലേക്ക് എടുത്തിടാം. മനസ്സിലായ? ഇതിപ്പോൾ ഒരു ടെക്സ്റ്റാണ്, നമ്മൾ അവരുടെ ഇതിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. സർ മാജിക് ടൂൾ ഏതെടുക്കേണ്ടത്? മേജിക് വാണ്ട് ടൂളിൻ്റെ ഉള്ളിൽ കണ്ട മേജിക് വാണ്ട് ടൂൾ എന്നൊരു ടൂളാണ്. ഒരൊറ്റ കളറുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇതേപോലെ വർക്ക് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്യാനായിട്ട് ഒറ്റ കളർ ഇട്ടാൽ കുറേ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കുറച്ച് ടെക്സ്റ്റിൻ്റെ കുറച്ച് മോഡലുകൾ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഇപ്പോൾ ആശംസകൾ എന്നുള്ള ഒരു സാധനം എടുക്കാം. ഇംഗ്ലീഷ് തന്നെ അടിക്കാം. ആശംസ കണ്ടല്ലോ. ഈ ഭാഗം കണ്ടില്ലേ? ഈ ഭാഗത്തിൽ നിന്ന് ഏത് മോഡലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മോഡലിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ മോഡൽ വേണം, അതിലത്തെ ഈ മോഡലാണ് വേണ്ടത്, ഈ ആശംസകൾ എന്നുള്ള ടെക്സ്റ്റാണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇതിനെ നിങ്ങൾ സേവ് ചെയ്യുക. ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ നിന്നുകൊണ്ട് ഫയലിൽ ഓപ്പൺ, നമ്മളെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ആശംസകൾ എന്നുള്ള ഭാഗം ഞാൻ എന്ത് ചെയ്യാണ്, എടുത്തു. അപ്പോൾ ഇതൊരു പിക്ചർ ഫോർമാറ്റാണ് എടുക്കുന്നത് ആണല്ലോ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മേജിക് വാണ്ട് ടൂൾ എടുക്കുക. എന്നിട്ട് ആ വയലറ്റ് കളറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആന്ന് മാത്രമേ ഇവിടെ സെലക്ഷൻ ആയിട്ടുള്ളൂ അല്ലേ. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സിമിലർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഭാഗം സെലക്ഷൻ ആവും. പുതിയൊരു ലെയർ എടുക്കുക. ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനൊക്കെ കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് എടുത്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ പേജിലേക്ക് വലിച്ചിട്ടാലും അതൊരു ടെക്സ്റ്റായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ടെക്സ്റ്റായി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ എഴുതുന്ന ടെക്സ്റ്റുകൾ നമുക്ക് ഉണ്ടാവും നല്ല രസത്തിൽ ഡിസൈൻ ചെയ്യും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കളറാണ് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിലും അതിന് യാതൊരു പ്രശ്നവുമില്ല. കണ്ടോ, ഇവിടെ ഈ വെള്ള കളർ വരാൻ കാരണം എന്താണെന്ന് മനസ്സിലായി? നമ്മൾ ആ കട്ട് ചെയ്തെടുത്തപ്പോൾ ഉണ്ടായ ഒരു ഇഷ്യൂസാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കാണിക്കാം. ഞാനിവിടുന്ന് കളർ എടുത്തിട്ട് ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് കൊടുക്കുക. മനസ്സിലായല്ലോ? ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ്. ഇനി നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരിട്ട് ടൈപ്പ് ചെയ്താലും മതി. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ ടൈപ്പിറ്റ് എന്നിട്ടൊരു സോഫ്റ്റ്വെയർ, പല സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ. ISM ഉണ്ട്, അല്ലെങ്കിൽ കുട്ടി പെൻസിൽ എന്നിട്ടൊരു സൈറ്റ് ഉണ്ട്, അതിലൊക്കെ ചെയ്യാം. അപ്പോൾ മലയാളം എഴുതാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതേപോലെ തന്നെ ആശംസകൾ കണ്ടല്ലോ, അത് കോപ്പി ചെയ്ത് നിങ്ങൾ ഫോട്ടോഷോപ്പിൽ കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, പേസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ മലയാളം ഫോണ്ടുകൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായ? MLTT എന്നുള്ള ഫോണ്ടുകളുണ്ട്, മലയാളം ഫോണ്ടുകൾ, MLTT എന്നുള്ള ഫോണ്ടുകൾ, അത് കൊടുത്താൽ മതി. നോക്കൂ, ഇപ്പോൾ ഞാനിതിൽ MLTT
കനിക എന്നുള്ളൊരു ഫോണ്ട് കൊടുത്തു. കനിക മനസ്സിലായ? ഫോണ്ട് മാറിയതണ്ട? ക്ലിയർ ആണല്ലോ? ഇതാവുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ടെക്സ്റ്റാണ്. മറ്റേത് ഓൾറെഡി എന്താണ്, പിക്ചറാണ്. ഇത് നമ്മൾ ഓൾറെഡി ടെക്സ്റ്റാണ്. മനസ്സിലായല്ലോ? നമുക്ക് ബോൾഡ് ആക്കാം, സൈസ് കൂട്ടാം, നല്ല പക്ക ക്ലിയറും ആയിരിക്കും ടെക്സ്റ്റ്. വ്യത്യാസം മനസ്സിലായില്ലേ? മലയാളം ഫോണ്ടുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇനി ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം കൂടി ഞാൻ കാണിക്കാം. ഇപ്പോൾ മലയാളം ഫോണ്ട് എന്ന് മാത്രമല്ല, ഏത് ഫോണ്ടായാലും നമ്മളത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അതിനായിട്ട് ഞാനൊരു സൈറ്റിനെ പരിചയപ്പെടുത്തുന്നു. നമുക്കിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഗൂഗിളിലെ 1001 ഫ്രീ ഫോണ്ട് എന്നിട്ട് നിങ്ങളൊരു സൈറ്റ്, 1001 ഫ്രീ ഫോണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ഫോണ്ടുകളുണ്ട്. കണ്ടോ? വെറൈറ്റി ആയിട്ടുള്ള പല തരത്തിലുള്ള ഫോണ്ടുകളുണ്ട്. ഇത് ഒന്നാമത്തെ പേജായിട്ടുള്ളൂ. ഇതേപോലെ കൊണ്ടമനം പേജുകളുണ്ട്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ നോക്കി ഇത് വെച്ച് വായിച്ചു നോക്കി അതിനോട് ബന്ധപ്പെട്ട ഫോണ്ടുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ എനിക്ക് ഹൊററായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഹൊററിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോണ്ടുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കാം. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ ഭാഗം മനസ്സിലായ? കണ്ടോ? ഹൊററിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോണ്ടുകളാണ്. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് മനസ്സിലാക്കുക. ഏത് ഫോണ്ടാണോ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ 8 കാലിയുടെ വലുള്ള ഈ ഫോണ്ട് എടുത്തു. ഇതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഫോണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഫോണ്ടിൻ്റെ പേര് ബ്ലാക്ക് വിൻഡോ എന്നുള്ളതാണ്. ഞാനതിനെ ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടിയിൽ ഇവിടെ ഗൂഗിൾ ക്രോമിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ആ സാറേ, ഹലോ. എപ്പോൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്നുകൂടി അയക്കാം. ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഫോണ്ട് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുണ്ടെന്ന് അറിയാം, പക്ഷേ ഇത് ടാക്സിൻ്റെ ഓഫീസിൽ നിന്നായതുകൊണ്ടാണ് കേട്ടോ. അവരുടെ ഫോം ഫില്ല് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ്. വിഷമം വിചാരിക്കരുത്. അപ്പോൾ ഞാനിതിനെ ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്തപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇവിടെ കണ്ട ഈ കാണുന്ന ബാക്കിൽ റൈറ്റ് സൈഡിലൂടെ വന്നിട്ടുണ്ട്. അത് സാധാരണ രീതിയിൽ ഡൗൺലോഡ് ആവുക നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഡൗൺലോഡ് എന്നിട്ടൊരു ഭാഗം കാണാം അല്ലേ? ആ ഡൗൺലോഡ്സിലാവുക വന്ന് കിടക്കുന്നുണ്ടാവുക. ഈ ബ്ലാക്ക് വിൻഡോ എന്നുള്ള ഭാഗത്തായിരിക്കും അത് വന്നിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിക്കുക. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മുടെ ഫോണ്ടിൻ്റെ പേരെന്തായിരുന്നു? ബ്ലാക്ക് വിൻഡോ അല്ലേ? ഇതാ കണ്ട ഫോൾഡറായിട്ട് കിടക്കുന്നുണ്ടോ നിങ്ങൾ? അതിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ഫയൽസ് പറയും. ശ്രദ്ധിക്കുക. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ഫയൽസ് പറഞ്ഞ് ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്യും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതെന്തായി ഉണ്ടാവും? ബ്ലാക്ക് വിൻഡോ എന്നുള്ളൊരു ഫോൾഡറായിട്ട് മാറിയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇതിനെ ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ബ്ലാക്ക് വിൻഡോ എന്നുള്ള ഫോണ്ടില്ലേ, അത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ കാണും. കണ്ടല്ലോ? അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഫോണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാളേഷനായി. ഭാഗം മനസ്സിലായല്ലോ? ഒരു ഫോണ്ട് കൂടി ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കാം. ഇപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ്, അതായത് ഇങ്ങനെ കൈ കൊണ്ട് എഴുതുന്ന പോലത്തെ ബ്രഷിൻ്റെ സ്ക്രിപ്റ്റൊക്കെ മതി എന്ന് വിചാരിക്കും. അപ്പോൾ ബ്രഷ് എടുത്തു. ഞാൻ ബ്രഷ് എടുത്തപ്പോൾ കണ്ട ബ്രഷിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫോണ്ടുകളാണ് വരുന്നത്. മനസ്സിലായല്ലോ?
അപ്പോൾ അതിലേത് ഫോണ്ടാണ് നമുക്ക് വേണ്ടത്? ഇപ്പോൾ എനിക്ക് ഈ ഫോണ്ടാണ് വേണ്ടതെന്ന് വിചാരിക്കുക. ഈ ഫോണ്ടാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഫോണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തു. സെൻസേഷൻ ആൻഡ് ക്വാളിറ്റീസ് എന്നുള്ള ഫോണ്ടാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഡൗൺലോഡിൽ പോയി കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ കിടക്കുന്നുണ്ടാവും. അതിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് എക്സ്ട്രാക്ട് ഫയൽസ് പറയാം, ഓക്കെ പറയാം. ഒപ്പം തന്നെ അതേപോലത്തെ ഫോൾഡറായിട്ട് അത് മാറിയിട്ടുണ്ടാവും. കണ്ട സെൻസേഷൻ ആൻഡ് ക്വാളിറ്റീസ്. അതിലെ ആ എന്ന് കിടക്കുന്ന ചിഹ്നത്തിൻ്റെ മേലെ, ഫോണ്ടിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 2 ഫോണ്ട് ഇൻസ്റ്റാളേഷനായി. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഫോട്ടോഷോപ്പ് മുന്നേ ഓപ്പണാക്കിയ കാരണം ചില ഫോണ്ടുകൾ അത് ഓപ്പണായി വരില്ല. നമ്മൾ ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ? എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇവിടെ ഏതൊക്കെയായിരുന്നു നമ്മുടെ ഫോണ്ടിൻ്റെ പേര് അറിയാലോ? ഏതൊക്കെയായിരുന്നു നമ്മുടെ ഫോണ്ടിൻ്റെ പേര്? ഒന്ന് ബ്ലാക്ക് വിൻഡോ, ബ്ലാക്ക് വിൻഡോ, ഒന്ന് സെൻസേഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ BLACK ബ്ലാക്ക് വിൻഡോ വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ഫോട്ടോഷോപ്പ് ഒന്ന് ഞാൻ ക്ലോസ് ചെയ്ത് ഓൺ ആക്കുന്നുണ്ട്. വന്നിട്ട് ബ്ലാക്ക് വിൻഡോ റെഗുലർ. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? മനസ്സിലായ ഫോണ്ട് വന്നതുണ്ടോ? ക്ലിയർ ആണല്ലോ? യെസ്. ഈ ഭാഗം മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എത്ര ഫോണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇതൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഈ ഫോണ്ടിനൊക്കെ പക്ക ക്ലിയർ ആയിരിക്കുക. നോക്കി, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വേറെ സ്ക്രിപ്റ്റ് അല്ലായിരുന്നു, അതിൻ്റെ ഫോണ്ടിൻ്റെ പേരെന്തായിരുന്നു? സെൻസേഷൻ. സെൻസേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഫോണ്ടിൻ്റെ അവിടെ സെൻസേഷൻ ടൈപ്പ് ചെയ്യാം. SAN വെച്ചിട്ട് തുടങ്ങുന്ന ഫോണ്ടുകൾ നോക്കൂ. വന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നുണ്ട് ഫോട്ടോഷോപ്പ്. എന്നിട്ട് ഓപ്പൺ ആക്കുക. കാരണം വെച്ചാൽ ചില ഫോണ്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യും. ചില ഫോണ്ട് നമ്മൾ രണ്ടാമത് ഓപ്പൺ ആക്കുമ്പോഴാണ് അതിലേക്ക് വരുള്ളൂ, ഫോട്ടോഷോപ്പിലേക്ക് വരുള്ളൂ. കാരണം അത് നമ്മൾ ഓൾറെഡി മുന്നേ എടുത്തു വെച്ച കാരണം കേട്ടോ, ഫോട്ടോഷോപ്പ് മുന്നേ എടുത്തു വെച്ച കാരണമാണ്. അപ്പോൾ ഇനി ഓണായി വരുന്നതിലേക്ക് ആ ഫോണ്ട് അവിടെ ആക്റ്റീവായി മാറും. ആ റീഡ് ചെയ്യണേൽ ആ ഫോണ്ടും കൂടി അവർ ഉൾപ്പെടുത്തും. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഫോണ്ടും കൂടി അവർ ഉൾപ്പെടുത്തും. ഇവിടെ നോക്കൂ, നമുക്കിപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂവിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്തു. ആദ്യം ഒരു ചെറിയ ഫോണ്ട് കൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ ആ ഫോണ്ടിന്റെ ഫുൾ അടിക്കുമല്ലോ, അപ്പോൾ ഇല്ലേ? ഫുൾ അടിച്ച് വരും. ഞാനത് പക്ഷേ ശരിക്കും ഫസ്റ്റ് ലെറ്റർ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രിവ്യൂ വരേണ്ടതാണ്. എന്താണത് ഇൻസ്റ്റാളേഷൻ ആയാലും എന്തെങ്കിലും എററാണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കിയാലും ശരിയാവും കേട്ടോ. സെൻസേഷൻ. ഓക്കെ, ഞാനൊന്ന് ക്ലോസ് ചെയ്തൊന്നുകൂടി ഓപ്പൺ. ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. കാരണം ചില ഫോണ്ട് എന്താണ് എറർ വരാഞ്ഞ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഈ ഇൻസ്റ്റാളേഷൻ ആയി കഴിയുമ്പോൾ ചിലതിങ്ങനെ ഫ്രണ്ടിലായിട്ട് വരും കേട്ടോ, ഈ ഭാഗത്തായിട്ട് വരും. ചില ഫോണ്ടുകൾ അടിയിലായിട്ട് വരും. നമ്മൾ
നമ്മുടെ ലെറ്റർ സ്റ്റൈലിൻ്റെ അടിയിൽ ഈ ML എന്ന് കാണുന്ന ഫോണ്ടുകളാണ് നമ്മുടെ മലയാളം ഫോണ്ടുകൾ കേട്ടോ. ഓക്കെ, ഇതാ സെൻസേഷൻ ആൻഡ് ക്ലിയർ ആണല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഭാഗം മനസ്സിലായില്ല. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു കല്യാണ കത്തുകൾ അല്ലെങ്കിൽ ഒരു മോഡലുകളൊക്കെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ടെക്സ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഭാഗം മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ട. വെറുതെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചില സമയത്ത് കണ്ടില്ലേ വെറും ടെക്സ്റ്റുകൾ മാത്രമായിരിക്കും. മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനുകൾ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള ഭാഗം മനസ്സിലായി, ക്യാരക്ടറുകൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നലെ പെൻ ടൂൾ പറഞ്ഞിരുന്നു. ക്ലിയർ ആണല്ലോ? പെൻ ടൂൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. പെൻ ടൂളിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ രീതിയിൽ കണ്ട ഇങ്ങനെ പെൻ ടൂൾ ക്രിയേറ്റ്, മനസ്സിലായോ? പെൻ ടൂള് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ തൊട്ടടിയിൽ വരുന്ന ടൂളാണ് ഫ്രീ ഫ്രം പെൻ ടൂൾ. നമ്മൾ മൗസ് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് സെലക്ഷൻ. മനസ്സിലായല്ലോ? മൗസ് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് സെലക്ഷൻ ആവുന്നതിനാണ് ഫ്രീ ഫ്രം പെൻ ടൂൾ എന്നുള്ള ടൂളാണ് ഉദ്ദേശിച്ചത്. ഇനി കർവേച്ചർ എന്നൊരു ടൂളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കർവ് ചെയ്യിക്കാം. മനസ്സിലായല്ലോ? ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കി, മറ്റേ നമ്മളിങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് അല്ലേ. ഇങ്ങനെ നമുക്ക് കർവ് ചെയ്യിക്കാനായിട്ട് പറ്റും. പെൻ ടൂളിൻ്റെ ഉള്ളിൽ കർവ് ചെയ്യിക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു പെൻ ടൂൾ എടുത്തിട്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പൊക്കെ വരച്ചു. ആ ഷേപ്പിനെ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? പുതിയതായിട്ടുള്ളൊരു നോഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ഇതിനാണ് നമ്മൾ ആഡ് എന്നുള്ള കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഡ് ചെയ്ത് കൊടുക്കാം, ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഫയലുകളെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വളയ്ക്കാനും തിരിക്കാനും വേണ്ടിയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ പെൻ ടൂളിൻ്റെ ഭാഗം മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളുകളാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ലൈറ്റ് ആക്കാൻ അല്ലേ, ഡാർക്ക് ആക്കാൻ ബേൺ ടൂള്, സ്പോഞ്ച് ടൂൾ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ബ്ലർ ടൂള്, ഷാർപ്പൻ ടൂള്, സ്മഡ്ജ് ടൂൾ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഗ്രേഡിയൻ ടൂൾ നമ്മൾ പറഞ്ഞതാണ്. എറൈസർ ടൂൾ പറഞ്ഞതാണ്. അതിൽ വേറെ 2 തരത്തിലുള്ള എറൈസറുകളുണ്ട്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് എറൈസർ ടൂൾ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ അന്ന് വർക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ എടുത്തിരുന്ന ഒരു ഫോട്ടോ. ഈ ഫോട്ടോയിലേക്ക് ഞാൻ ഈ ഫോട്ടോനെ നമ്മുടെ പേജിലേക്ക് വലിച്ചു, നമ്മുടെ ഒരു പേജിലേക്ക് ഇതിനെ വലിച്ചു. ക്ലിയർ ആണല്ലോ? ഇതിപ്പോൾ വലിയ സൈസ് ആയതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ എറൈസർ എടുക്കുക. എറൈസർ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ സാധാരണ രീതിയിൽ എറൈസ് ചെയ്യാം. രണ്ടാമത് ബാക്ക്ഗ്രൗണ്ട് എറൈസർ കണ്ടോ, നമ്മൾ മുടി കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. മൂന്നാമത് മേജിക് എറൈസറാണ്. ഒരു കളർ എവിടെ ഉണ്ടോ ആ കളർ കംപ്ലീറ്റ് മാറ്റി. മനസ്സിലായ? ഒരു പ്രത്യേക കളർ എവിടെയുണ്ടോ ആ കളർ കംപ്ലീറ്റ് നമുക്ക് മാറ്റും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഏത് ചെയ്യാം, എന്തെങ്കിലും ഒരൊറ്റ കളറുള്ള ഫോട്ടോസ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇന്നലെ എടുത്തതിൽ ഇവൻ്റെ ഫോട്ടോ നോക്കി, നിങ്ങൾ ഇവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലിക്ക് ഇങ്ങനെ വലിച്ചിട്ടു. അതിനെ ഞാൻ വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ, മേജിക് എറേസർ ടൂൾ എടുത്തിട്ട് മഞ്ഞയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്തുണ്ടായി, ആ മഞ്ഞ കളർ കംപ്ലീറ്റ് മാഞ്ഞു പോയത് കണ്ട.
പക്ഷേ ഒരു കാര്യം കേട്ടോ, അത് കട്ടിങ് ഫിനിഷിങ് കുറവായിരിക്കുക. കണ്ടോ പൊട്ടി 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 പോകണ കണ്ടോ നിങ്ങൾ, മനസ്സിലായല്ലോ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എറേസറിൻ്റെ ടൂളാണത്. പിന്നെ വരുന്നതാണ് ഹിസ്റ്ററി ബ്രഷ് ടൂള്, ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ. ഈ ഹിസ്റ്ററി ബ്രഷ് ടൂളാണെന്നുണ്ടെങ്കിൽ, ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ ആദ്യം പറയാം. നോക്കൂ, ഒരു ചെറിയ മോഡലുകൾ, പലതരത്തിലുള്ള സ്റ്റൈലുകളൊക്കെ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്യും. മനസ്സിലായ? അതിന് പകരം നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ്. ഹിസ്റ്ററി ബ്രഷ് ടൂൾ, ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ. ഇപ്പോൾ ഹിസ്റ്ററി ബ്രഷ് ടൂൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസൈനുകളൊക്കെ നമ്മളിതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഴയ പോലെ ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹിസ്റ്ററി ബ്രഷ് ടൂൾ. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഫോട്ടോ ഞാനിവിടെ ആർട്ടിസ്റ്റ് ബ്രഷ് ടൂൾ എടുത്തിട്ട് കണ്ട. ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എറേസർ വെച്ചിട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ വെച്ചിട്ട് മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം കംപ്ലീറ്റ് അവിടെ ആക്റ്റീവ്. ക്ലിയർ ആണല്ലോ? ഹിസ്റ്ററി ബ്രഷ് ടൂള്, ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ. പിന്നെ ക്ലോൺ സ്റ്റാമ്പ് ഇത് പഠിച്ചതാണ് നമ്മൾ അല്ലേ? അതേപോലെ തന്നെ ബ്രഷ് ടൂള് പഠിച്ചുള്ളതാണ്. അതേപോലെ തന്നെ പെൻസിൽ ടൂള്, പെൻസിലാണ്. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കളർ റീപ്ലേസ്മെൻറ്റ് ടൂള്, നമുക്ക് വേറെ കളറൊക്കെ മാറ്റാം. ഇപ്പം ഞാനിവിടെ നിന്നിട്ട് പറയുകയാണ്, ഞാനൊരു മഞ്ഞ കളർ എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഈ മഞ്ജു വാര്യരുടെ ഡ്രസ്സിൻ്റെ മുകളിലേക്കും ആ കളർ യൂസ് ചെയ്യും. മനസ്സിലായ? മഞ്ഞ ചുരിദാറായതുണ്ട് നിങ്ങൾ, മനസ്സിലായല്ലോ? കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ എന്നാണ് പറയുക. നമ്മൾ വേറൊരു കളറിന് പകരം വേറൊരു കളർ മിക്സ് ചെയ്യിക്കുക. ക്ലിയർ ആണല്ലോ? കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ. പിന്നെ മിക്സർ ബ്രഷ് ടൂൾ, കളറുകൾ മിക്സ് ചെയ്യാനായിട്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കുന്നതിനനുസരിച്ച് കളറുകൾ ഏത് ഭാഗം എവിടേക്കാണ് വലിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കളർ അതിലേക്കായിട്ട് മിക്സ് ആവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ വലിക്കുന്ന ഭാഗം ഏതാണെന്നുണ്ടെങ്കിൽ ആ കളേഴ്സുകൾ മിക്സ് ആയിരിക്കും. ഓക്കെ, കളർ റീപ്ലേസ്മെൻറ്റ് ടൂള്. പിന്നെ വരുന്നൊരു ടൂള് നമുക്ക് പഠിക്കാനുള്ളതാണ് റെഡ് ഐ ടൂൾ എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ ചില ഫയലുകളെ ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോഴേ, ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഭാഗം, അതായത് നമ്മൾ ഇവിടെ നിന്നിട്ട് പറയുകയാണ്, ആ കണ്ണിൻ്റെ അവിടെ ഒരു ചെറിയ കളർ വ്യത്യാസം ഫീൽ ചെയ്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ചില ഫോണിലൊക്കെ. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ റെഡ് ഐ ടൂൾ എന്നുള്ള ടൂൾ. മനസ്സിലായ? ഒരു ചുവപ്പ് കളറാണ് അവിടെ ശരിക്കും ഫീൽ ചെയ്യുക ആ കണ്ണിൻ്റെ മുകളിൽ, റൗണ്ടിൽ കാണും. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ പോയിട്ട് നോർമൽ സ്റ്റേജ് ആയിട്ട് മാറും. കേട്ടോ? റെഡ് ഐ ടൂള്. പിന്നെ പാച്ച് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ, ആദ്യം വരയ്ക്കുക, വരച്ച ഭാഗത്ത് എവിടേക്കാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മിക്സ് ചെയ്യിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പൊട്ടിൻ്റെ ഭാഗം വരച്ചു, ഞാൻ ഇവിടേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ആ പൊട്ടിൻ്റെ അവിടേക്ക് അത് മിക്സ് ആയിരുന്നു. നേരത്തെ ക്ലോൺ സ്റ്റാമ്പ് ചെയ്തിരുന്ന പോലെ തന്നെ. പിന്നെ ഇത് പിക്ക് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. ഇത് ഷേപ്പുകളാണ്, ഏത് വേണമെന്നുണ്ടെങ്കിലും വരയ്ക്കാം. ഒരു ടൂളും കൂടി ഉണ്ട്. ഒരു കാര്യം ചോദിച്ചോളൂ സാറേ. ചോദിച്ചോളൂ. ആ കളർ റീപ്ലേസ്മെന്റ് ടൂള് ഒന്നുകൂടെ പറയണം. അതിന് മുമ്പ് പറഞ്ഞ ടൂള് ഒന്ന് പറയാമോ? ഏതായിരുന്നു? കളർ റീപ്ലേസ്മെന്റ് ടൂളിന്റെ മുന്നേ പറഞ്ഞതാണ്. ഏതാ? കളർ റീപ്ലേസ്മെന്റ് ടൂളിന്റെ മുന്നേ പറഞ്ഞ ടൂള് നമ്മൾ ഹിസ്റ്ററി ബ്രഷ് ടൂളും ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂളാണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം കളർ റീപ്ലേസ്മെന്റ് ടൂൾ പറഞ്ഞു അല്ലേ? അതൊന്ന് ക്ലിക്ക് ചെയ്യാമോ സാറേ? ഒറ്റ മിനിറ്റ്. ഓക്കെ, അതില് കളർ റീപ്ലേസ്മെന്റ് ബ്രഷ്, പെൻസില്, കളർ റീപ്ലേസ്മെന്റ്, പിന്നെ മിക്സർ ബ്രഷ് ടൂൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അതേപോലെ തന്നെ അതിൽ വരുന്നതാണ് ഹീലിംഗ് ബ്രഷ് ടൂള്, പാച്ച് ടൂള്. ഹീലിംഗ് ബ്രഷ് ടൂള് നമ്മൾ എന്ത് ചെയ്യണം? ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട്, നേരത്തെ നമ്മൾ മറ്റേ ചെയ്തിരുന്ന പോലെ തന്നെ, അതൊക്കെ ക്ലോൺ സ്റ്റാമ്പിൻ്റെ ടൂളിനോട് ബന്ധപ്പെട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഹീലിംഗ് ബ്രഷ് ടൂൾ എടുക്കുക, നമ്മൾ ആൾട്ട് കീ അമർത്തി പിടിക്കുക, കീബോർഡിൻ്റെ മുകളിൽ ആൾട്ട് കീ അമർത്തി പിടിക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ സാമ്പിൾ എടുക്കുന്നത് പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് നോർമൽ ഇവിടെ പാറ്റേൺ ആണ് എടുക്കുന്നത്, കണ്ടല്ലോ. ഏത് മോഡലുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ശ്രദ്ധിക്കൂ.
ഓക്കെ. ആദ്യം ചെയ്യേണ്ടത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ആൾട്ട് അമർത്തി പിടിക്കാം. ആൾട്ട് അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ആൾട്ട് അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ആ കളറ് ഉണ്ടല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്പോട്ട് ആ കളർ തമ്മിൽ മിക്സ് ആവുന്ന കണ്ട. നമ്മൾ ക്ലിക്ക് ചെയ്യണ ആ കളറുകൾ തമ്മിലൊരു മിക്സിങ് വരുന്ന കണ്ട. ഈ ബ്ലർ ടൂളൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നീക്കാനായിട്ട് നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നീക്കി വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ടൂളുകൾ. സാധാരണ രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും ഫോട്ടോ ടച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ബ്ലറിങ്ങിൻ്റെ എഫക്റ്റുകളൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ്. നെക്സ്റ്റ് വരുന്നത് കളർ പിക്ക് ചെയ്തെടുക്കുന്ന ടൂളാണ്. അപ്പോൾ ഞാനൊരു വർക്ക് ചെയ്യണേൽ എനിക്ക് ഇവൻ്റെ ഷർട്ടിൻ്റെ കളർ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പിക്ക് ചെയ്യണ ടൂൾ എടുത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ കളർ സെലക്ഷനായി. ക്ലിയർ ആണല്ലോ? ബാക്ക്ഗ്രൗണ്ടിൽ ആൾട്ട് ബാക്ക് സ്പേസ് പറഞ്ഞാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിന് കളർ ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് കളർ മാച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഈ പിക്ക് ചെയ്യണ ടൂൾ. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവൻ്റെ പാൻറ്റിൻ്റെ കളർ വേണം. പാൻറ്റിൻ്റെ കളറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ആ കളറാണ് നമ്മൾ ഏത് നിൽക്കണ ലെയറിന് വേണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ക്രോപ്പ് ചെയ്യണ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. അപ്പോൾ ക്രോപ്പ് ചെയ്യുന്ന ടൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വരും ക്രോപ്പിൻ്റെ പ്രോപ്പർട്ടീസ്. കണ്ട 4 ഇഞ്ചിൽ കട്ട് ചെയ്യണോ, 5:3 കട്ട് ചെയ്യണോ, 5:4 കട്ട് ചെയ്യണതോ. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇതൊരു 8:2 കട്ട് ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ട 8:2 സൈസിലാണ് ആ സാധനം ക്രോപ്പ് ആയിട്ടുള്ളത്. എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസിലേക്കായിട്ട് ആ ഫോട്ടോസ് മാറും. ആ മെഷർമെൻറ്റിലേക്ക് ആ ഫോട്ടോസുകളെ മാറും. പിന്നെ മേജിക് വാൻ ടൂൾ മനസ്സിലായില്ലേ? അതിൽ തന്നെ ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്നൊരു ടൂളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത നോക്കൂ. ഇപ്പോൾ ഈ സെലക്ഷൻ ടൂൾ എടുത്തിട്ടേ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ആ മുടിയുടെ ഭാഗം ഇങ്ങനെ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട സെലക്ഷൻ ചെയ്യുമ്പോൾ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇതിപ്പോൾ വെള്ള ബനിയൻ ഇട്ട കാരണമാണ് അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തത്. വേറെ ഇപ്പോൾ മറ്റവൻ്റെ ഫോട്ടോസ് എടുക്കാം. ഈ ഫോട്ടോസ് എടുക്കാം. നോക്കൂട്ടാ, ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത് കൊണ്ടുപോയിട്ട് സെലക്ഷൻ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? കംപ്ലീറ്റ് ഭാഗം സെലക്ഷൻ ആയത് കണ്ട ക്വിക്ക് സെലക്ഷൻ ടൂൾ. പിന്നെ മേജിക് വാൻ ടൂള്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? പിന്നെ ലേസർ ടൂള്, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ടൂളുകളാണ്. അപ്പോൾ ഇത്രയും ടൂളുകൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ മുഴുവൻ ടൂളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വർക്ക് എവിടെയാണോ അല്ലെങ്കിൽ ഏത് തരത്തിലാണോ വർക്കുകൾ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ടൂളുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഫോട്ടോസിനെ എഡിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ. അപ്പോൾ ഞാൻ ഈ മഞ്ജു വാര്യരുടെ ഫോട്ടോ വെച്ച് ചെയ്യാം. ഞാൻ നേരെ എന്ത് ചെയ്യാണ്, ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻസ് കണ്ടല്ലോ. ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻസ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രൈറ്റ്നെസ് നോക്കൂ, ഫോട്ടോ കൂടുന്നു കുറയണം കണ്ട. ഇമേജിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കുറേ ഉണ്ട് ലെവല്. നോക്കൂ, നമ്മൾ ഫോട്ടോസിൻ്റെ ഒരു ഇമേജിൻ്റെ മുകളിൽ വരുത്താവുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും. ക്ലിയർ അല്ലേ? ചില ഫോട്ടോസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ലൈറ്റ് ആവും, ചില ഫോട്ടോസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഡാർക്ക് ആവും അല്ലേ? അപ്പോൾ അതിൻ്റെ കളർ വേരിയേഷൻസ് ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയാറില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫോട്ടോസ് ഒന്ന് വെളുപ്പിച്ചായിരുന്നു എന്നൊക്കെ പറയണ അതേപോലത്തെ ഓപ്ഷൻസ്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം നമുക്ക് ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കംപ്ലീറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. കളർ ബാലൻസ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫോട്ടോസിൽ എനിക്ക് കുറച്ച് റെഡ് കൂട്ടണം. അപ്പോൾ റെഡ് ഒരു സ്വല്പം കൂട്ടി കൊടുക്കും കണ്ട. മറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കതിൽ കുറച്ച് മജന്ത കുറയ്ക്കണം, കുറച്ച് മജന്ത. ക്ലിയർ ആണല്ലോ? മജന്ത കൂട്ടണമെങ്കിൽ ഗ്രീൻ കൂട്ടണമെങ്കിൽ കൂട്ടാം. കളർ കറക്ഷൻസുകൾ കംപ്ലീറ്റ് നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ബ്രൈറ്റ്നെസ്, കോൺട്രാക്റ്റ്, കംപ്ലീറ്റ് ഓപ്ഷൻസ്. ഇപ്പോൾ കളർ റീപ്ലേസ്മെൻറ്റ് നോക്കൂ,
നോക്കൂ. അതേപോലെ തന്നെ ഇമേജിലെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ കളർ ബാലൻസ് കണ്ടോ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇമേജിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും. ഇപ്പോൾ ഫോട്ടോ ഫിൽറ്റർ നോക്കൂ, കണ്ടോ. ഈ ചില ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ അങ്ങനെ ചില പോസ്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ചില പോസ്റ്റുകളൊക്കെ, ആ പോസ്റ്റുകളിലൊക്കെ ഇങ്ങനെ പല കളേഴ്സുകളും അല്ലെങ്കിൽ കളറിൻ്റെ എഫക്റ്റുകളും. ഇപ്പോൾ 1-2 വർക്ക് കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ത്രഷോൾഡ് കണ്ടോ, വെറും ബ്ലാക്കും വൈറ്റ് സ്റ്റിക്കറുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ഇത് ഉപയോഗിക്കുക. ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്ന് പണ്ടൊക്കെ പറയാറില്ലേ നമ്മൾ നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് ഫോട്ടോസാക്കി മാറ്റുന്ന കാര്യങ്ങളൊക്കെ പറയാറില്ലേ. അപ്പോഴൊക്കെ നമുക്ക് ഇമേജിൻ്റെ ഉള്ളിലുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ക്ലിയർ ചെയ്യാനായിട്ട്. ക്ലിയർ ആണല്ലോ. കുറേ എഫക്റ്റുകളുണ്ട്. ഇപ്പോൾ ഓരോന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പല എഫക്റ്റുകളോട് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഡിസ്ട്രാക്റ്റീവ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ ആ മോഡലാണ് അതിൽ യൂസ് ചെയ്യുക. ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഈ ഭാഗം മനസ്സിലായല്ലോ. ഈ ഭാഗം മനസ്സിലായില്ലേ? ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ മനസ്സിലായില്ലേ? ഇനി അതേപോലെ തന്നെ അതിൻ്റെ കളർ ടോണുകൾ, അതിൻ്റെ ഓട്ടോ കളറ്, ഡീഫോൾട്ടായിട്ട് വരുന്ന കളറുകൾ, അങ്ങനെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും. ഇപ്പോൾ നോക്കിയേ, ഡിസ്ട്രാക്റ്റീവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഭാഗത്ത് മാത്രം എന്ത് വേണം, ഒരു ഡിസ്ട്രാക്റ്റീവ് കൊടുക്കണം. ഒന്ന് ഡിസ്ട്രാക്റ്റീവ് കൊടുക്കുക. മനസ്സിലായല്ലോ. ഇവിടെ നിന്നുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഡിസ്ട്രാക്റ്റീവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഭാഗം അവിടെ ആക്റ്റീവ് ആണ്. ഈ ഭാഗം ക്ലിയർ അല്ലേ? ഡൗട്ടില്ലല്ലോ. ഈ ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഓരോന്നും പറയണമെന്നില്ല. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ, അതായത് നാളത്തെ ക്ലാസ്സിൽ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയ ഫോട്ടോസ് എഡിറ്റ് ചെയ്യണ ഒരു ടോപ്പിക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ കീറിയ ഫോട്ടോസുകൾ അല്ലെങ്കിൽ പകുതി ചില്ലാത്ത ഫോട്ടോസുകൾ, ആ ഫോട്ടോസുകളൊക്കെ നമ്മൾ ഫോട്ടോ ടച്ചിങ് എന്നാണ് പറയുക ഭാഗത്തിന്. ആ ഭാഗം നമ്മൾ നാളത്തെ ക്ലാസ്സിൽ കാണിക്കും. അപ്പോൾ ഫോട്ടോ ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ കളർ ബാലൻസുകളൊക്കെ വളരെയധികം ആവശ്യം വരും. കാരണം നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, ഒരു ഓൾഡ് ഫോട്ടോ ശ്രദ്ധിക്കട്ടാണ്, ഓൾഡ് ഫോട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് ഇങ്ങനത്തെ ഫോട്ടോസുകളൊക്കെ വർക്ക് ചെയ്ത് കോട്ടിന് കളറൊക്കെ മാറ്റി അതുപോലെ തന്നെ മുടിയുടെ കളറൊക്കെ മാറ്റി ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ മാറ്റി നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് റിസ്ക് പിടിച്ച വർക്കാണ്. എന്നാലും നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ആ വർക്കിന് ഇങ്ങനത്തെ വർക്കുകൾ, അതായത് ഫോട്ടോ എങ്ങനെ ടച്ച് ചെയ്യും, നമ്മൾ പഠിച്ച ടൂളുകൾ തന്നെയാണ്, ഇതുവരെ പഠിച്ച ടൂളുകളൊക്കെ തന്നെയാണ് നമ്മളതിൽ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനത്തെ ടൂളുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ഫോട്ടോസുകളെ കട്ട് ചെയ്ത്, ഇപ്പോൾ ചില ഫോട്ടോസുകളുടെ മുകളിൽ ചെവിയൊന്നും ഉണ്ടാവില്ല, ഉടുപ്പൊന്നും ഉണ്ടാവില്ല, കണ്ട കയ്യില്ല അല്ലേ, അതൊക്കെ കുറച്ചധികം സമയം ഇരുന്ന് ചെയ്യേണ്ട വർക്കുകളാട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ചില ഫോട്ടോസിൻ്റെ മുകളിൽ നല്ല മുഖത്തിൻ്റെ അവിടെ നിറച്ച് പാടുകളുണ്ടാവും. അല്ലെങ്കിൽ ഈ ഫോട്ടോസൊക്കെ നോക്കി കണ്ടോ, ഫോട്ടോ ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസ് ഡാമേജ് ആയിട്ടുള്ള ഫോട്ടോസുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അങ്ങനത്തെ വർക്കുകളാണ് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ കാണിക്കുക. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ കാണുന്ന ഭാഗം, ഈ ഇമേജിൻ്റെ ഉള്ളിലുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടല്ലോ, അതിന് വളരെയധികം പ്രാധാന്യം. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? കളറിൻ്റെ കളർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഓക്കെ, ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇതിൽ പല എഫക്റ്റുകളും ഉണ്ട് കേട്ടോ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ എഫക്റ്റുകളും, അതുപോലെ തന്നെ ഓട്ടോ ടോണ്, ഓട്ടോ കോൺട്രാക്റ്റ്, ഓട്ടോ കളറ്. ഇനി ഈ ഭാഗം കൂടി നമുക്ക് പറയാം. ഈ ഇമേജിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള ഭാഗം കൂടി ഞാനിപ്പോൾ ഒന്ന് ഓടിച്ച് പറയാം. ഇമേജ് സൈസ് എന്നൊരു ഓപ്ഷൻസ് നിങ്ങൾ ചോദിച്ചോളൂ. ഞാനിപ്പോൾ ആ ടൂൾ കൊണ്ടൊന്ന് ചെയ്ത് നോക്കി, കളർ റീപ്ലേസ്മെന്റ് ടൂള് ഞാൻ ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഒരു ഈ വൈറ്റില് ആ കളർ മാച്ച് ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ടുണ്ടോ? ഒരു വൈറ്റ് കളർ ഞാനൊന്ന് വീഡിയോ ഓണാക്കിക്കോളൂ.
ഒറ്റ മിനിറ്റ്. മതി തിരക്കില്ല. ഈ ഫയല് കാണുന്നുണ്ടോ? കാണാം. ഇതിൽ ആ ടൂൾ എടുത്തത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ജെപെഗ് ഫയലാണ്. ഇതിൽ നമ്മളൊരു കളർ പിന്നെ ഒരു ബ്ലൂ കളർ പിക്ക് ചെയ്യുന്നു. ഇത് ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഈ വൈറ്റില് അത് പാറ്റേൺ അടിയിൽ കൂടെ മാത്രമേ അത് ആവില്ല. ബാക്ക്ഗ്രൗണ്ട് ഇനിയിപ്പോ നിനക്കിപ്പോ ആ വൈറ്റ് കളറിന്റെ മുകളിലാണ് ബ്ലൂ കളർ കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ അത് അണ്ടു അടിക്ക്, കൺട്രോൾ സെഡ് അടിക്ക്. ഇനി മേജിക് വാൻ ടൂൾ എടുത്തിട്ട് ആ ക്യാപ്ഷൻ എന്താണ് അതിൽ എഴുതിയിട്ടുള്ള ആ ഫസ്റ്റ് ലെറ്ററിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. ക്ലിക്ക് ചെയ്തു. ആ വെള്ള കളർ ഒന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് സിമിലർ യൂസ് ചെയ്യും. ആദ്യം വെള്ള കളർ ക്ലിക്ക് ചെയ്ത് ഒരെണ്ണത്തിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. മറ്റേത് എന്താ വെച്ചാൽ ഈ ഡ്രസ്സിന്റെ മുകളിലൊക്കെ ഇപ്പൊ നമ്മൾ പറയില്ല ഒരു ഇങ്ങനെ ഷാഡോസുകളുള്ള വർക്കുകളുടെ മുകളിലാണ് കൂടുതലായിട്ട് കളർ റീപ്ലേസ്മെന്റ് എഫക്റ്റ് ആവുക. ഇതൊരൊറ്റ കളർ ഞാൻ പറഞ്ഞ മനസ്സിലായ? അതായത് നമ്മൾ വൈറ്റ് ആണെങ്കിലും അതിൽ വൈറ്റിന് ഷാഡോസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ ഒരൊറ്റ കളറല്ലേ, വൈറ്റ് അല്ലേ. അപ്പൊ ഇതിന്റെ കളർ മാറ്റാനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മേജിക് വാൻ ടൂൾ എടുക്കുക. നാലാമത്തെ ടൂൾ എടുത്ത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, നമ്മൾ ഒരു ആശംസകൾ എന്നുള്ള സാധനമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അതേപോലെ ഇപ്പൊ നമുക്ക് ആ മേജിക് വാൻ ടൂൾ എടുത്തിട്ട് ആ ഫസ്റ്റത്തെ ലെറ്ററിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യും. ഇനി സിമിലർ അടിക്കും. അപ്പൊ ആ വെള്ള കളർ കംപ്ലീറ്റ് സെലക്ഷൻ ആയില്ലേ? എല്ലാതായല്ലോ. ക്യാപ്ഷൻ ആയല്ലോ. ഇനി നിങ്ങൾ കളർ കൊടുത്തോളൂ. പുതിയൊരു ലെയർ എടുത്തിട്ട് അതിന്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ മിക്സ് ചെയ്യാം. ആയിട്ടില്ലല്ലോ, ശരിയായിട്ടില്ല. അതായത് മേജിക് വാൻ ടൂൾ എടുക്കൂ. ഈ കളർ ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്യും. കളർ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ. മേജിക് വാൻ ടൂൾ എടുക്കുക. എന്നിട്ട് ഇപ്പൊ എന്താ എഴുതിയില്ല? ക്യാപ്ഷൻ എന്നല്ല എഴുതിയില്ല. ഓക്കെ ഇപ്പൊ കാണാം. ക്യാപ്റ്റൻ. ഓക്കെ. അപ്പൊ ആ സീര മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത സീര നടുക്കില് സെലക്ഷൻ ആയില്ലേ? സി സെലക്ഷൻ ആയ. ഇനി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സിമിലർ അടിക്കും. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ സെലക്ഷൻ ആയില്ലേ? ക്യാപ്ഷൻ ഈസ്. ഇനി പുതിയൊരു ലെയർ എടുക്കും. ഇനി ബ്രഷ് ടൂൾ എടുക്കും. ബ്രഷ് ടൂളിൽ കളർ എടുക്കും. ബ്രഷ് ടൂള് എടുക്കുക. ഒരു കളർ എടുക്കുക. ക്ലിയർ ആണല്ലോ? ആ ബ്രഷിന്റെ പോയിന്റ് ഒന്ന് വലുതാക്കി. അപ്പൊ ഇത് ടെക്സ്റ്റുകൾ ഒരു JPG ഫയലിനെ നമ്മളൊരു പുതിയൊരു ലെയറാക്കി മാറ്റുകയാണ് ശരിക്കും ചെയ്യണത്. മറ്റേ JPG ഫയലിൽ കളർ കൊടുക്കാൻ പറ്റില്ലല്ലോ. മറിച്ച് ഇതൊരു ലെയർ ആണെങ്കിൽ ഇത്ര റിസ്ക് ഇല്ല. ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ. വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? നിതിൻ ചെയ്ത് നോക്കാറുണ്ടോ? ഓക്കെ. ഞാൻ അപ്പോൾ ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിത് ഈ ഭാഗം കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കൂ. ഇമേജിൻ്റെ ഉള്ളിൽ ഇമേജ് സൈസ്. ഇപ്പോൾ നമ്മൾ പല ആൾക്കാർക്കും ഫീൽ ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ്, നിങ്ങൾ വല്ല ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസിൻ്റെ സൈസ് കൂടുതലായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ വല്ല വെബ്സൈറ്റുകളിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലെ കവർ പേജുകളിൽ അങ്ങനെയൊക്കെ നമ്മളൊരു ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സൈസൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഇമേജിൽ പോയിട്ട് ഇമേജ് സൈസ് അടിച്ചാൽ അതിൻ്റെ ഹൈറ്റും വിട്ടും കറക്റ്റായിട്ട് കാണിക്കും. കണ്ടല്ലോ, റെസൊല്യൂഷൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിട്ട് 7 വേണ്ട, ഒരു 5 മതി. സംഭവം മനസ്സിലായ? അപ്പോൾ 5-ന് ഇവിടെ ചങ്ങല ഇട്ട് കൊടുത്തിട്ടുള്ള കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അത് 5, 7 അടിക്കുന്ന സമയത്ത്, ഇവിടെ 5 അടിക്കുന്ന സമയത്ത് ഇത് 3 മാറും. മറിച്ച് ചങ്ങല ഇട്ടിട്ടില്ലാണ്ടാണ് നമ്മളിത് അടിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം വീതി കൂടുന്നൊരു എഫക്റ്റ് വരും. അപ്പോൾ ഒരിക്കലും
ഫോട്ടോ ചെറുതാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചങ്ങല ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ചങ്ങല ഓണായിരിക്കുമ്പോൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ റെസൊല്യൂഷൻ, ഇപ്പോൾ എനിക്ക് 72 റെസൊല്യൂഷൻ മതി എന്നുണ്ടെങ്കിൽ 72 റെസൊല്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക പിക്ചറിന്. അതായത് ഇമേജിൻ്റെ ഉള്ളിലുള്ള ഇമേജ് സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ. ക്ലിയർ ആണല്ലോ? ഇമേജിൻ്റെ ഉള്ളിലുള്ള ഇമേജ് സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ. അതേപോലെ തന്നെ ക്യാൻവാസ് സൈസ്. ക്യാൻവാസ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന സൈസ്. ഇപ്പോൾ ഞാൻ ഇവിടെ 750 പകരം 950 കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വലുതായി. ക്ലിയർ ആണല്ലോ? ഇമേജിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് സൈസ്. പിന്നെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. നമുക്കിപ്പോൾ ചില ഫോട്ടോസുകളൊക്കെ സേവ് ചെയ്ത് വന്നിട്ടുള്ള ഫോട്ടോസ് ചിലപ്പോൾ തല തിരിഞ്ഞിട്ടൊക്കെ നമുക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് പറ്റും. ഒരേ സെയിം കോപ്പി, ആ ഫയലിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഇമേജിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്നിട്ട് ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇന്ന് പറഞ്ഞതിൽ ആർക്കെങ്കിലും